കൂട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്നൻ കണ്ണുകളാലെ, ആത്മക്കണ്ണുകളാലെ. എന്നെ തന്നെ വിശുദ്ധീകരിച്ച് കുത്തിപ്പിടിച്ചിരുന്ന ഒരു ഹോട്ടലിൽ മുറിയെടുത്ത്, എനിക്ക് നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് താമസിച്ച സ്ഥലത്ത് തന്നെയാണ്, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട്. അനേക ദിവസങ്ങളായിട്ട് ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം എന്നെ വിളിച്ചിട്ടില്ലായിരിക്കും, അതായിരിക്കും. പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ഒരു ദർശനം മതിയായിരുന്നല്ലോ ജീവിതകാലം മുഴുവൻ അവന് പിടിച്ചു നിൽക്കാൻ. അതുപോലൊരു ദർശനം ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തും ചെയ്യും. ഉടനെ അദ്ദേഹം പറഞ്ഞു, സാജു, പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ദർശനമൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാനങ്ങ് ഷോക്കായിപ്പോയി. നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ നേരെ വീട് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? Paul was an intelligent fellow. Anytime he could explain it away as a hallucination. പൗലോസ് വളരെ യുക്തിപരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും ഇത് ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു എന്ന് ചിന്തിച്ച് തള്ളിക്കളയാമായിരുന്നു. ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സൺസ്ട്രോക്ക് അടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഹാലൂസിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പൗലോസിന് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ഈ കാഴ്ചയിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വലിയ ദർശനത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പൗലോസിന് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ ദൈവം അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ തുടങ്ങി. ദൈവം അവൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ ഉറപ്പോടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. കാര്യം സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ ഉള്ളിൽ ദൈവം പകർന്ന ആത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് കൺവിക്ഷൻസ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏത് ദർശനത്തെയും ഏത് സ്വപ്നത്തെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കളയാം. പക്ഷേ ആത്മാവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങളെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ പറ, ഒരു കാഴ്ചയോ ഒരു ദർശനമോ ഒരു ക്രൂശിൻ്റെ ദർശനമോ അല്ലെങ്കിൽ ഒരു വെളിപ്പാടോ ഒക്കെ ആണോ വലുത്? അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് തിരിച്ചറിയുന്ന നിലയിലുള്ള ഒരു ആത്മീക പക്വതയിലെ ജീവിതമാണോ വലുതെന്ന് നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ സ്വർണ്ണ മഴ പെയ്യുന്നു, അതിലേക്കൂടെ കൂടുതൽ വിശ്വാസമുള്ളവരുടെ മേൽ സ്വർണത്തിൻ്റെ തരികൾ വീഴുന്നു, വേറെ വിശ്വാസം കുറവുള്ളവരുടെ മേൽ വെള്ളിയുടെ തരികൾ വീഴുന്നു. എനിക്കറിയത്തില്ല വീഴുന്നുണ്ടോയെന്ന്. എന്നാൽ പിന്നെ ഇത് വീണതെല്ലാം കൂടെ വല്ല ജോയി ആലുക്കോസിലും കൊണ്ട് കൊടുത്ത് വല്ല പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യുക. ഇതൊന്നും വലിയ ആനക്കാര്യമല്ല. അങ്ങനെ വീണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സം കൈൻഡ് ഓഫ് മനുഷ്യനെ ഒരു വല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഹീസൻ ചിന്താഗതിയാണ്. അതൊരു ജാതീയ ചിന്താഗതിയാണ്. നമ്മുടെ ദൈവം വഴിവക്കിൽ നിന്ന് മാജിക് കാണിക്കുന്ന ഒരു ചീപ്പ് മജീഷ്യൻ ആണെന്നാണോ നിങ്ങളുടെ ചിന്ത? അവർ ഗാഡ് ഈസ് നോട്ട് എ ചീപ്പ് മജീഷ്യൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഗിമ്മിക്സ് കാണിച്ചാണോ കർത്താവ് ഒരാളെ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? നോ വേ. അവനെ ഒരു വഴിവക്കിലെ ഒരു ചീപ്പ് മജീഷ്യൻ്റെ നിലയിലേക്ക് താഴ്ത്തി കളയുകയാണ് ഇതുപോലുള്ള വളരെ ജാതീയമായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിനെ നമ്മൾ താഴ്ത്തി കിട്ടുമ്പോൾ. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാൻ വേണ്ടിയാണ്. അതിനകത്ത് പുറമേ ഉള്ള എക്സ്പീരിയൻസസ് ഒരു വിഷയമേ അല്ല. ഇനി ഒരാൾ കാറ്റടിക്കുന്നത് ശബ്ദം കേട്ടാലോ, ചൂട് ദേഹത്ത് ഭയങ്കര ഒരു ചൂട് അവന് തോന്നിയാലോ അതൊരു വിഷയമല്ല. അതുകൊണ്ട് എല്ലാവരും ഞാൻ പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മേൽ ചൂട് വരണം, അന്നേരം കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കണം എന്നൊന്നും പറയരുത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അതൊരു വലിയ ആനക്കാര്യമല്ല. അതൊരിക്കലും പ്രകടിപ്പിക്കത്തക്ക നിലയിലോ പ്രസംഗിക്കത്തക്ക നിലയിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരു സ്വർഗീയ ദർശനം ഒരാൾക്കുണ്ടായാൽ വെരി ഗുഡ്. പക്ഷേ അത് പുസ്തകം എഴുതി ആൾക്കാരുടെ അടുത്ത് ഞാൻ സ്വർഗം കണ്ടു, നീ സ്വർഗം കണ്ടാൽ നിനക്ക് കൊള്ളാം. നിന്നോട് ആരും പറഞ്ഞു ഇത് പറയാൻ? പൗലോസ് പറഞ്ഞില്ലല്ലോ. പൗലോസ് പറഞ്ഞത് അവിടെ ഞാൻ ഉച്ചരിച്ചുകൂടാത്ത കാര്യങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെ. ദാറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഗ്രേസ് ഗാഡ് ഹാസ് ഗിവൺ ടു ഹിം ടു സീ ദി ഇറ്റേണൽ തിങ്സ്. ഇറ്റേണൽ തിങ്സ് നമ്മൾ വിശ്വാസത്താൽ മാത്രം അറിയണമെന്ന കർത്താവ് മനസ്സിലാക്കി, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ വഴി അതാണ്. ഫെയ്ത്ത് ആണ്. വാട്ട് വി നീഡ് ഈസ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്താണ്? ഫെയ്ത്ത് കാണാത്ത കാര്യങ്ങളുടെ, വേറെ രീതിയിൽ പറഞ്ഞാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ആത്മാവിലുള്ള ഉറപ്പാണ്. മറ്റ് എക്സ്പീരിയൻസസ് എല്ലാം ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാം. പക്ഷെ അതൊന്നും, ഞാൻ ചോദിച്ചോട്ടെ,
ടേക്ക് ദ കേസ് ഓഫ് ഫിലിപ്പോസിന്റെ കാര്യം നമ്മളെടുത്ത് ഫിലിപ്പിന്റെ കാര്യം എടുക്കുക. ഫിലിപ്പോസിനുണ്ടായ എന്തോരം വലിയ എക്സ്പീരിയൻസാണ് അല്ലേ. ആത്മാവ് അവനോട് സംസാരിക്കുന്നു, ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോകുന്നു ഇല്ലേ. പക്ഷേ വേദപുസ്തകത്തിന്റെ പിന്നീടുള്ള സംഭവ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്താണ്, ഷണ്ണനെ സ്നാനപ്പെടുത്തിയതിനു ശേഷം അവൻ കയറിയപ്പോൾ അവനെ കണ്ടില്ല, ആത്മാവനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ അവന് പോകാനായിട്ട് എന്തില്ലായിരുന്നു, ഒരു അവിടെ നിന്ന് ദൈവത്തിന് അവനെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു വണ്ടിയോ കാറോ ഒന്നും അന്നില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ല. ഐ എം നോട്ട് ക്വസ്റ്റ്യനിങ് ദി എബിലിറ്റി ഓഫ് ഗാഡ്. അത് നിങ്ങൾ ചിന്തിക്കരുത്. ഗാഡ് ഈസ് ഏബിൾ ടു ഡു എനിത്തിങ്. ദൈവം എന്ത് ചെയ്യാനും ശക്തിയുള്ളവനാണ്. ബിക്കോസ് ഗാഡ് ഈസ് ബട്ട് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എബിലിറ്റിയിൽ മാത്രമുള്ള വിശ്വാസമല്ല, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുമുള്ള വിശ്വാസമാണ്. അവൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും കൂടെ പറയുന്നതാണ് വിശ്വാസം. അവൻ എന്തും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയല്ല, അവൻ എന്നെ എന്തും ചെയ്യാൻ കഴിയും. അതാണ് ശരിയായിട്ടുള്ള വിശ്വാസം. അതാണ് ഇയ്യോബിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇയ്യോബ് പറയുന്നത് അവൻ എന്നെ വിടുവിക്കും എന്നുള്ളതല്ല എംഫസിസ്, അവൻ എന്നെ എന്തും ചെയ്യാൻ അവൻ അവകാശമുണ്ടെന്ന് പറയുന്നതാണ് ഇയ്യോബിൻ്റെ വിശ്വാസം. അവൻ എന്നെ എന്തും ചെയ്യാം, അവൻ എന്നെ വേണമെങ്കിൽ കൊന്നുകളയാം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, ഞാൻ മരിക്കയില്ല എന്ന് പറയുന്നതല്ല വിശ്വാസം. അവൻ എന്നെ കൊല്ലാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് കൂടിയ വിശ്വാസം. നമുക്ക് എത്രയോ ആളുകൾ രോഗികളായി മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് എത്രയോ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മരിക്കയില്ല നിശ്ചയം, മരിക്കയില്ല നിശ്ചയം. അവരെ മരണത്തിന് വേണ്ടി ഒരുക്കാനായിരിക്കും ഒരു പക്ഷേ ദൈവം അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊടുങ്ങി ഇവൻ മരിച്ചു കഴിയുന്നതോടുകൂടെ എത്രയോ ആളുകൾക്ക് അങ്ങനെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക്. ബ്രദറെ അങ്ങനല്ല, ചിലപ്പോൾ ഇദ്ദേഹം മരിച്ചാലോ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയരുത് കേട്ടോ. അതൊന്നും അവിശ്വാസത്തിൻ്റെ വാക്കൊന്നുമല്ല. ഗാഡ് ഈസ് ഏബിൾ, ദർ ഇസ് നോ ഡൗട്ട്, ബട്ട് ഗാഡ് ഈസ് സോവറിൻ. ദൈവം കഴിവുള്ളവനാണ്. അതേസമയം ദൈവത്തിന് പരമാധികാരത്തിലുള്ള വിശ്വാസമാണ്. അവൻ എന്നെ എന്തും ചെയ്യാം, അവൻ എന്നെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ശരിയായിട്ടുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രകാശനം, എക്സ്പ്രഷൻസ്, അതൊരു ഒരു ഔട്ട് പോറിങ് നമ്മളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പ്രകമ്പനം, അത് നമ്മൾ എവിഡൻ്റ് ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ്സ് നോട്ട് എ പാസീവ് റിസീവിങ്. അത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പക്ഷെ അറിയുന്നത് ആത്മാവിലായിരിക്കും. ഇൻ മൈ സ്പിരിറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്, ഐ റിസീവ് ഇറ്റ്. അത് പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും അറിയുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിൻ്റെ വാഗ്ദാനങ്ങളും പുതിയ നിയമത്തിൻ്റെ വാഗ്ദാനങ്ങളും എല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് റിസീവ് ചെയ്യുന്നത് പാസീവായിട്ടല്ല. അവിടെയെല്ലാം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഫോടനാത്മകമായ വ്യത്യാസം എന്ന് പറയാം. ഇറ്റ്സ് റാഡിക്കൽ. അത് ഭയങ്കര ചേഞ്ച്. പരിശുദ്ധാത്മാവിൻ്റെ വരവ് അല്ലെങ്കിൽ ആത്മാവ് ഒരു വ്യക്തിയിലും സമൂഹത്തിലും ഒരു ജാതിയിലും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുക. 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് എല്ലാം നഷ്ടപ്പെടുന്ന കഥയാണ്. എവ്രിതിങ് ഈസ് ലോസ്റ്റ്. ഇസ്രായേലിന് എല്ലാം നഷ്ടപ്പെടുന്ന കഥ പറഞ്ഞിട്ട് ഒടുവിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. എല്ലാ നഷ്ടങ്ങളും എത്ര വരെ ഉള്ളൂ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. 14-ാം വാക്യം പറയുന്നത് അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും, കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും, അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരിക്കും. എല്ലാം നഷ്ടപ്പെടുകയാണ്. എല്ലാം എപ്പോൾ വരെ ഉള്ളൂ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയത്വവും ആയിരിക്കും. നോക്കുക, ആത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു സ്ഫോടനാത്മകമായ ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരപ്പെട്ട് കഴിയുമ്പോൾ ആ ആഗമനത്തോടെ എല്ലാ കാര്യങ്ങളും മറിയുന്നതാണ് കാണുന്നത്. 44-ാം അധ്യായത്തിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ആത്മാവിൻ്റെ വരവിൻ്റെ സമയത്ത് അവിടെ നമ്മൾ
കാണുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. സ്ട്രീംസ് ആണ് അവിടെ പറയുന്നത്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം, വരണ്ട നിലത്ത് വെള്ളം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീരൊഴുക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് വരണ്ടിരിക്കുന്ന ദേശത്തെ നനയ്ക്കാനായിട്ട് ചെറിയ മഴ പെയ്ച്ചു കൊടുക്കുമെന്നല്ല, നീരൊഴുക്കുകൾ തന്നെ. അതായത് ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ എന്താണ് അത്? ഒരു ചെറിയ നിലയിലല്ല. വെൻ ദ സ്പിരിറ്റ് ഈസ് കമ്മിങ് അപ്പോൺ us, ഇറ്റ് ഈസ് എല്ലാം മാറ്റിമറിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നതായ. അവിടെ എൻ്റെ താഴോട്ട് നമ്മൾ അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലും മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും, വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. ആത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണ്? 32-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നീതിയും സമാധാനവും വിശ്രമവും ഒക്കെയാണ്. അല്ലാതെ ആത്മാവ് വരുമ്പോഴത്തേക്ക് മരുഭൂമി ഉദ്യാനമായി തീരുന്നു പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല. നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുത്ത് പറയുന്നതെല്ലാം നമുക്ക് ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങളാണ്. അത് പറഞ്ഞാലല്ല ആൾക്കാർക്ക് കുറെ കൂടെ എന്താ ഒരു പക്ഷേ അത് ഒരു പ്രസന്റ് റിയാലിറ്റീസ്, നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റീസ് ആണ് പലപ്പോഴും ആളുകൾ എംഫസൈസ് ചെയ്യുന്നത്. ഫിസിക്കൽ റിയാലിറ്റീസിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ മരുഭൂമി ഉദ്യാനമായി തീരുമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മരുഭൂമിയിൽ നീതി, അല്ലെങ്കിൽ ആ ഉദ്യാനത്തിൽ നീതി, ന്യായം, അവിടെ സമാധാനം, വിശ്രമം, ഇതൊക്കെയാണ്. ഇതേപോലെ തന്നെ 44-ാം അധ്യായം വരുമ്പോഴത്തേക്ക് നിന്റെ സന്തതിമേലും നിന്റെ സന്താനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അന്ന് എൻ്റെ ആത്മാവിൻ്റെ ഐഡന്റിറ്റിയെ മാറ്റിമറിക്കുകയാണ്. ഞാൻ പറയാന്നുള്ളൂ, ഐ ബിലോങ് ടു യാഹുവേ, ഞാൻ യഹോവയ്ക്കുള്ളവൻ, അല്ലെങ്കിൽ ഞാൻ ഇസ്രായേൽ എന്നവൻ മറുപേരെടുക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രഭു എന്ന് ഞാൻ മറുപേരെടുക്കും. നോക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പോൾ പറയുകയാണ്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ത്? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് നിരന്തരം മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, യു ആർ മൈ സൺ. ആ മന്ത്രണം കേൾക്കുന്നതാണ് അതാണ് നമ്മൾ സ്പിരിറ്റിൽ, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ആത്മയാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ആത്മയാഥാർത്ഥ്യം എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് റാഡിക്കലായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവുകയാണ്. ഐ എം നോ മോർ ലൈക്ക് ദി ഓൾഡ് ആഡമിക് പേഴ്സൺ. ഞാൻ പഴയ ആദാമ്യ പ്രകൃതിയിലുള്ള ഒരു മനുഷ്യനല്ല. ആദാമ്യ പ്രകൃതിയിൽ എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം ആത്മാവിൽ കേൾക്കാനൊന്നും കഴിഞ്ഞില്ല. ആദാമ്യ പ്രകൃതിയിലും എനിക്ക് വേദോത്സവം വായിക്കാൻ പറ്റും. ആദാമ്യ പ്രകൃതിയിലും എനിക്ക് യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. യേശു ലോകത്തിൻ്റെ രക്ഷകനെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതൊക്കെ പറ്റും. പക്ഷെ വെൻ യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, സംതിങ് ഡീപ് ഗോയിങ് വിതിൻ, നിന്റെ ഇന്നർ ബീയിങ്ങിൽ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായി ഉണ്ടാവുകയാണ്. പക്ഷെ പരിശുദ്ധാത്മശാനം പ്രാപിച്ചെന്ന് പറയുന്ന പല ആളുകൾക്കും, ഇതുപോലെ പല ആളുകൾക്കല്ല മിക്ക ആളുകൾക്കും, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ആത്മാവിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അന്യഭാഷയൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ആത്മാവിൽ എപ്പോഴും ഒരു കുതിപ്പ്, ഐ ബിലോങ് ടു ഗാഡ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുകയാണ്, യു ആർ മൈ സൺ. ഞാൻ ആ പുത്രത്വത്തിൻ്റെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. കർത്താവുമായിട്ടുള്ള ആ റിലേഷൻ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. നമ്മളൊരു പക്ഷേ വളരെ കഷ്ടപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനൊരു ജീവിതമല്ല ആത്മാവിലെ ജീവിതം. ആത്മാവിലെ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ദൈവാത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഐ റിസീവ് ഇറ്റ്, ഐ നോ ഇറ്റ്. അത് ഞാൻ റിസീവ് ചെയ്യുന്നത് എവിഡൻ്റ് ആണ്. എനിക്ക് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് പ്രകാശിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ അടുത്ത തലമാണ്. പക്ഷെ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? റിസീവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ റിസീവിങ് തന്നെ ഞാനത് അറിയുന്നുണ്ട്. ഞാൻ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കൊച്ച്, അതിൻ്റെ അപ്പൻ ആരാന്ന് പോലും അതിന് യുക്തിപരമായി അറിയത്തില്ല. ഇറ്റ് ഡസൻ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ ആ റിലേഷൻ ഉണ്ടാകുന്നത് എന്താണ്? ഗ്രാജുവലായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധം തന്നെ സ്ട്രോങ് ആകുന്നത്. ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സ്ട്രോങ് ആകുന്നത്? വീട്ടുവേലക്കാരി പറഞ്ഞല്ല, പിള്ളേരെ വളർത്തുന്നപ്പോൾ വീട്ടുവേലക്കാരാണല്ലോ. വീട്ടുവേലക്കാരി നിന്റെ അപ്പനാരാന്ന് അറിയാമോ കൊച്ചേ എന്ന് ചോദിച്ച് പറഞ്ഞ് എത്രയാ ബന്ധം ഉണ്ടാകുന്നത്? ബന്ധം ഉണ്ടാകണമെങ്കിൽ അപ്പനും മകനും തമ്മിൽ എന്തുണ്ടാകണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ സ്പിരിറ്റ്, ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്.
അത് സാധ്യമാക്കാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യം. യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, ജെറമ്യ ചാപ്റ്റർ 31 31-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വേഴ്സ് 33 വി റീഡ്, അവിടെ കർത്താവ് പറയാണ്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, നോക്ക്, ഈ കാലം കഴിഞ്ഞ ശേഷം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ചാണ് പറയുന്നത്. ഇതുവരെയുള്ള കാലങ്ങൾക്ക് ശേഷം, ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ അവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവൾക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. പഴയ നിയമത്തിൽ എന്താ ഇല്ലാതിരുന്നത്? പഴയ നിയമത്തിൽ നിയമം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ നിയമത്തിൽ മോശമൊന്നുമല്ല. പഴയ നിയമത്തിൽ ദൈവം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രവാചകന്മാരെ അയച്ചു. ഒത്തിരി കാര്യങ്ങൾ അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക് എന്തെല്ലാം പദവികൾ കർത്താവ് കൊടുത്തു. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, അവർക്ക് പ്രവാചകന്മാരെ കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു. പക്ഷേ ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും അവരെന്ത് ചെയ്തില്ല? എൻ്റെ നിയമത്തെ അനുസരിച്ചില്ല. എന്തുകൊണ്ട്? അനുസരിക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്നൻ കണ്ണുകളാലെ, ആത്മക്കണ്ണുകളാലെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ടൻ അന്തരംഗത്തിൽ, തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ പുത്രന്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ പുത്രന്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനൂട്ടം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നങ്ങാർത്തു ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനൂട്ടം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നങ്ങാർത്തു ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവൻ